ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമുക്ക് ഒരു ഫിഷ് ക്ലീനിങ് ആണ് കാണാൻ പോണേ. അതിന് വേണ്ടി ഞാൻ നെത്തോലി മീൻ എടുത്തിട്ടുണ്ട്. മീൻ എല്ലാം വൃത്തിയാക്കണതിന് മുന്നേ ആദ്യം ഒരു 3 പ്രാവശ്യമെങ്കിലും നല്ലതുപോലെ വെള്ളത്തിൽ കഴുകിയെടുക്കുക. അപ്പോൾ ആ മീനിനെ നമ്മൾ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഉള്ള മണലോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും. നന്നായിട്ട് ഒരു 2 വെള്ളം എങ്കിലും അറ്റ്ലീസ്റ്റ് കഴുകിയിട്ട് നമുക്ക് മീൻ കഴുകാൻ തുടങ്ങാം. അതിന് ഫസ്റ്റ് മീനിൻ്റെ തലഭാഗത്തിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇളുത്തെടുക്കുക. അതിനെ കണ്ടിന്യൂ ചെയ്ത് തന്നെ വയർഭാഗവും ക്ലീൻ ചെയ്യുക. പിന്നെ നോക്ക്, വാലിനെ പിടിച്ചിട്ട് ഈ സൈഡ് നോക്കി നമ്മളിങ്ങനെ ഒന്ന് നെക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അകത്തുള്ള മുള്ള് മാത്രം തനിയായിട്ട് ലൂസായി കിട്ടും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളുത്ത് കൊടുത്താൽ മതി. അടിപൊളിയായിട്ട് മീനിൻ്റെ മുള്ള് തനിയായിട്ടും മീൻ നന്നായിട്ടും വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. തലഭാഗത്തിന് ഇതുപോലെ ഒന്ന് ഇളുത്തെടുത്തിട്ട് ആ കഴുത്തിൻ്റെ അവിടെയുള്ള വയർഭാഗം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ വാലിൻ്റെ ഭാഗത്തിൽ ഇങ്ങനെ ഒന്ന് നെക്കി കൊടുക്കുക 2 സൈഡ്. ഈ നമ്മൾ നെക്കി കൊടുക്കണം എന്തിനെന്ന് വെച്ചാൽ ആ മുള്ളൊന്ന് തനിയായിട്ട് ആ ചതയിൽ നിന്ന് തനിയായിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ നെത്തോലി മീനൊക്കെ കഴുകണമെങ്കിൽ കുറച്ച് നല്ല ക്ഷമ വേണം. എന്നുവെച്ചാൽ കുഞ്ഞു കുഞ്ഞായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിന് കത്തി ഒന്നും വേണ്ട, നമ്മളെ കൈവച്ച് തന്നെ നന്നായിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്യാം. ഇതുപോലെ ഓപ്പൺ ചെയ്ത് വേണമെങ്കിലും മുള്ളെടുക്കാം. മറ്റത് പറ്റൂല എന്നുള്ളവർക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് അകത്തുള്ള മുള്ള് നെക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ആ വയർഭാഗം നമ്മളെ തള്ളവിരൽ വെച്ച് പെരുവിരൽ വെച്ച് അങ്ങോട്ടങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. വാൽ ഭാഗത്തിന് അങ്ങനെ എടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ മുള്ളിനെ മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക. ഈ മുള്ളെടുക്കണതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് നമുക്ക് ഒന്ന് ട്രസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. കുഞ്ഞു പിള്ളേരാണെങ്കിലും മുള്ളൊന്നും കുത്താതെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. അപ്പം ഈ മറ്റേ വലിയ മീനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, സെൻറ്ററിൽ ഒരു മുള്ളിരിക്കും, നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. ഇത് അങ്ങനെയല്ല, ഫുള്ള് മുള്ളുള്ളതുകൊണ്ട് നമുക്കെല്ലാം മുള്ളൊക്കെ റിമൂവ് ചെയ്തിട്ട് കൊടുക്കാനാണ് എളുപ്പം. അപ്പം നന്നായിട്ട് ഞാൻ എല്ലാ മീനിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ടുണ്ട്. മാറ്റിയിട്ട് നന്നായിട്ട് 2 വെള്ളം കഴുകിയെടുക്കുക. ഈ ചട്ടിയിലിട്ട് കഴുകുമ്പം ആ ഒരു ചുണ്ണാമ്പ് പോലെ മീനിൻ്റെ പുറത്തിരിക്കും, ആ ചുണ്ണാമ്പൊക്കെ പോയി കിട്ടും. നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് മീനൊക്കെ കഴുകി വാർത്ത് അപ്പുറത്തെ ചട്ടിയിലോട്ട് മാറ്റുക. എപ്പോഴും കഴുകി കഴിഞ്ഞാൽ ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് അങ്ങനെ വയ്ക്കുക, സ്റ്റോർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കറി വയ്ക്കുന്നുണ്ടെങ്കിൽ ചട്ടിയിൽ മീനിന് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പം മീനിനെ വെള്ളത്തിൽ നിന്ന് മാറ്റുക. അതുവരെ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുക. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് എങ്ങനെയാണ് നെത്തോലി മീൻ മുള്ളൊക്കെ മാറ്റി ക്ലീൻ ചെയ്യണമെന്ന് പഠിച്ചു. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, എളുപ്പമാണോ എന്നുള്ളത് ഫീഡ്ബാക്കിൽ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്